ഈ കണ്ടില്ലേ, തേങ്ങ ഇല്ലാണ്ട് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയല്ലോ. അല്പം പോലും തേങ്ങ വേണ്ട കേട്ടോ. അതിൽ നമ്മൾ ആദ്യം ഒരു പാത്രം വെച്ച് എണ്ണ ചൂടാകുമ്പോൾ എരിവിലേക്ക് വേണ്ടിയിട്ട് വറ്റൽ മുളക് വറുത്ത് വരിക. ഇത് കാശ്മീരി മുളകാണ് ഞാനിട്ടെ. അതാകുമ്പോൾ നല്ല നിറവും കിട്ടും. എനിക്ക് അതിനുള്ള എരിയേ എനിക്കും ആവശ്യമുള്ളൂ. ആ ബാക്കി വരുന്ന എണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു പിടിയോളം ചെറിയ ഉള്ളി വൃത്തിയാക്കിയതിട്ട് അതും ഒന്ന് വാട്ടുക. വാട്ടുകയെന്ന് വെച്ചാൽ ഉള്ളു വെന്ത് വരും, നന്നായിട്ട് വഴറ്റിയൊന്നും എടുക്കണ്ട. അതിനുശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും ഉപ്പും കൂടെ ചേർത്ത് അതും കൂടെ നന്നായിട്ട് ഇതേ പരുവാക്കി എടുക്കുക. ആക്കിയെടുത്തിട്ട് അതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരല്പം പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുക. പൊട്ടുകടലയും കൂടെ ചേർത്ത് ഇളക്കുക. പൊട്ടുകടല ചേർക്കുമ്പോൾ ഫ്ലെയിം വേണ്ട, അത് ചൂടാകണ്ട, ഉള്ള ചൂട് മാത്രം മതി അത്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച മുളകും അതിലേക്ക് തട്ടിയിട്ട് ഒന്ന് തണുക്കുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതേപോലെ കിട്ടും കേട്ടോ, നല്ല കളർഫുള്ളായിരിക്കും. അത് അരച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കണം. ഇനി നമ്മളിത് ചൂടാക്കില്ല, പൊട്ടുകടല ചേർത്തിരിക്കുന്നതുകൊണ്ട്. ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി, പോരാത്ത ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചിട്ട് വീണ്ടും ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണേ. എണ്ണ ഒഴിച്ച് കടുക് മൂപ്പിച്ച് ഒരല്പം ചെറിയ ഉള്ളി അത് തീർച്ചയായിട്ടും ഇടണേ. അതും കൂടെ ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കിയെടുത്ത് നോക്കി. എന്ത് ടേസ്റ്റുള്ള ചമ്മന്തി റെഡിയായി. ദോശയ്ക്കോ ഇഡ്ഡലിക്കോ അപ്പത്തിനോ എന്തിനൊപ്പം കഴിക്കാൻ പൊളിയാണ് കേട്ടോ. തേങ്ങയും വില കൂടുതലല്ലേ, നല്ല സൂപ്പറായിട്ട് ഇത് തയ്യാറാക്കാം.